നമസ്കാരം. ശബരിമലയിലെ നെയ്വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക നീക്കം. കേസിലെ ഒന്നാം പ്രതിയായ മുൻ സ്പെഷ്യൽ ഓഫീസർ സന്തോഷ് കുമാറിനെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. രേഖകളിൽ വൻ ക്രമക്കേട് ഉണ്ടായതായാണ് കണ്ടെത്തൽ. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും കോടതി ഉത്തരവിട്ടു. മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് നൽകിയിരുന്ന നെയ് വിൽപ്പനയിൽ വൻ ക്രമക്കേട് നടത്തിയതായാണ് വിജിലൻസ് കണ്ടെത്തൽ. 2022-23 കാലയളവിൽ ഏകദേശം 21 ലക്ഷം രൂപ മുതൽ 26 ലക്ഷം രൂപയുടെ വരെ തട്ടിപ്പ് നടത്തിയതായാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ഔദ്യോഗിക രജിസ്റ്ററുകൾക്ക് പകരം നോട്ട്ബുക്കുകൾ ഉപയോഗിച്ചാണ് ഇവർ സമാന്തരമായി കണക്കുകൾ സൂക്ഷിച്ചിരുന്നത്. നെയ്വിറ്റ വകയിൽ ലഭിച്ചിരുന്ന തുക കൃത്യമായി ദേവസ്വം ബോർഡിലേക്ക് അടച്ചില്ല എന്നതാണ് സന്തോഷ് കുമാറിനെതിരെയുള്ള പ്രധാന ആരോപണം. എന്നാൽ തനിക്ക് 60% കാഴ്ച പരിമിതിയുണ്ടെന്നും അതിനാൽ കണക്കുകൾ പരിശോധിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു പ്രതിയുടെ വാദം. കാഴ്ചക്കുറവാണെന്ന പ്രതിയുടെ വാദത്തെ കോടതി രൂക്ഷമായി വിമർശിച്ചു. കാഴ്ച പരിമിതിയുള്ള ഒരാൾ എങ്ങനെയാണ് ബൈക്ക് ഓടിക്കുന്നതെന്നും എങ്ങനെ ലൈസൻസ് ലഭിച്ചു എന്നും കോടതി വാദത്തിനിടെ പരിഹാസ രൂപേണ ചോദിച്ചു. ഇത്തരമൊരു തസ്തികയിൽ ഇരിക്കുന്നത് കൊണ്ട് കണക്കുകളിൽ അവ്യക്തത ഉണ്ടെന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ജസ്റ്റിസ് ബദറുദ്ദീൻ വ്യക്തമാക്കി. കേസിൽ സന്തോഷ് കുമാർ കൂടാതെ മറ്റു 2 സ്പെഷ്യൽ ഓഫീസർമാരും 30 ജീവനക്കാരും പ്രതിപട്ടികയിലുണ്ട്. ഇതിനോടകം അറസ്റ്റിലായ മുൻ ശാന്തിക്കാരൻ സുനിൽ കുമാർ പോറ്റി നൽകിയ മൊഴിയിലും സന്തോഷ് കുമാറിന് തിരിച്ചടിയായി. സംഭവത്തിൽ 45 ദിവസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ജാമ്യാപേക്ഷ തള്ളിയതോടെ സന്തോഷ് കുമാറിനെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കാനാണ് വിജിലൻസ് നീക്കം. അഴിമതിയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിലെ പ്രസാദ വിതരണം പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിലും ഭരണപരമായ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും നിർണായകമായ ഇടപെടലുമായി സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ സന്നിധാനത്തെ സ്വർണ്ണ കവർച്ചാ വിവരങ്ങൾ പുറത്തു വന്നതും തീർത്ഥാടകർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഉറപ്പാക്കിയതും അദ്ദേഹത്തിന്റെ നടപടിയിലൂടെയാണ്. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ആഭരണം എന്നും ഏവർക്കും പ്രിയപ്പെട്ടതാണ്, നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ്. അതിനു പിന്നിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. ആത്മാർത്ഥതയുടെ കയ്യൊപ്പുണ്ട്. ഒരു ശില്പിയുടെ ഭാവനയിൽ വിടർന്ന് പൂവായും പുള്ളിമാനായും മയിലായും രൂപപ്പെടുന്ന വരകൾ ആലയിലെ ഊതിക്കാച്ചിയ പൊന്നിൽ സൂര്യകിരണങ്ങൾ പോലെ മിനുക്കിയെടുക്കുന്ന ഒരു പറ്റം വിദഗ്ധ പണിക്കാരുണ്ട്. ഇതിനെല്ലാം ഉപരി പരിശുദ്ധമായ സ്വർണം കൃത്യമായ കാരറ്റ് അളവിൽ തിരഞ്ഞെടുത്തു കൊടുക്കുന്ന സാങ്കേതിക ഗവേഷകരുമുണ്ട്. 30 വർഷത്തെ വിശ്വസ്തതയും പാരമ്പര്യവും പ്രവൃത്തി പരിചയവും കൈമുതലായി സ്തുത്യർഹ സേവനം നടത്തിവരുന്ന ഒരു സ്ഥാപനമുണ്ട്, രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം.